ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. അതിനിവിടെ ഞാൻ 1 കിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതിൻ്റെ മേലെയുള്ള ഭാഗങ്ങളൊക്കെ അരിഞ്ഞ് പോക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. അതിന് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് ഗ്രാമ്പൂ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനിവിടെ ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കണം. തീരെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോസ് ഒരു മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഹോം മെയ്ഡ് ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. വെള്ളം ചേർക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് തണുത്തിട്ട് വേണം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. തണിഞ്ഞ ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം വീണ്ടും ചീനിച്ചട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ അടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഉപ്പിടാൻ മറന്നുപോയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുക. 1 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ 1 സ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവിന് വേണ്ടിയിട്ട്. നന്നായി ഇളക്കിയെടുക്കുക. കുറുകി കിട്ടണം നന്നായിട്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഓവർ മധുരവും ഓവർ എരിവും ഒന്നും ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 സ്പൂണ്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. ഇങ്ങനെ എന്താ പറയുക, ഒലിച്ചു പോവാത്ത രീതിയിലാണെങ്കിൽ ഓക്കെ, സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് സോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.